താങ്കൾ കുറച്ചുകൂടി പുരോഗമനപരമായ ശൈലിയിൽ വിശ്വസിക്കുന്ന ഞാനങ്ങനെ വലിയ പുരോഗമനം എന്നൊന്നും പറയണില്ല. പക്ഷെ ഞാൻ ഈ കാലത്ത് ജീവിക്കുന്ന ഒരു പച്ചയായ മനുഷ്യനാണ്. ജനാധിപത്യ ഈ സമയത്ത് ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാവേണ്ട തീർച്ചയായിട്ടും ഇപ്പോൾ എന്നെ പിന്നെ പ്യൂരിറ്റൻ ഇസ്ലാമിൻ്റെ ആളാന്നൊക്കെ പറഞ്ഞല്ലോ. കുറച്ച് മുമ്പ് ഒരു ചെറിയ സംഭവം ഉണ്ടായി. ആ സംഭവം ഞാൻ 85ാം പിന്നെ വാർഷിക യോഗത്തിൽ സമസ്തയുടെ വേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു വിദ്യാർത്ഥി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്പലത്തിൽ നിന്നൊരു കത്ത് വന്നിട്ടുണ്ട്, അവിടെ പിന്നെ സദ്യ ഉണ്ണാൻ ചെല്ലണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾ പോകണം. ആളുകൾക്ക് ഒരു പക്ഷേ കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല, താങ്കൾ എന്താ പ്രസംഗിക്കണത്, ഏതാണ്ട് ആ ഒരു ചുറ്റുവട്ടത്തേനാണ് സംസാരിക്കണത്. സംസാരത്തിൽ വ്യക്തമായിട്ട് പറയാം, തെറ്റില്ല എന്ന്. അങ്ങനെ അദ്ദേഹം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കമ്മിറ്റി സെക്രട്ടറി വന്നിട്ട് അമ്പല കമ്മിറ്റിയുടെ ഈ കത്ത് വായിച്ചു. ആളുകളൊക്കെ സന്തോഷത്തോടു കൂടി റോഡ് ക്രോസ് ചെയ്ത് അമ്പലത്തിൽ ചെന്ന് ചോറുണ്ടു. ഇതാണ് ഇന്ത്യ, ഇതാണ് കേരളം. ഓണം ഉണ്ണരുത് എന്നൊക്കെ പറയുന്നത്, ഓണം ഉണ്ണുന്നതിന് എന്താണ്, ഭക്ഷണമല്ലേ. പിന്നെ ഓണം എന്ന് പറയുന്നത്, ഈ ഓണത്തിൻ്റെ പേരിൽ ഇവിടെ വിവാദം നടന്നിട്ടുണ്ട്. ഞാനിപ്പോൾ സർവ്വമത സത്യവാദിയാണെന്നാണ് ഇപ്പോൾ ആരോപണം. ഒരു തരക്കെന്ന് പറയാൻ ഞാൻ ഭയങ്കര ഒരു പ്യൂരിറ്റൻ ഇസ്ലാമിൻ്റെ ആളാണ്. വേറെ തരക്കെന്ന് പറയാൻ സർവ്വമത സത്യവാദിയാണ്. ഇപ്പോൾ വലിയ പുകലുണ്ടായി കുറച്ച് മുമ്പ്. ലക്കും ദീനുക്കും വലിയ ദീൻ. ഖുർആനെ ലോകത്തുള്ള ജനങ്ങൾ മുഴുവനും പിന്നെ ഉത്കൃഷ്ട കാഴ്ചപ്പാടിൻ്റെ കൃതിയായിട്ട് കാണുന്ന ഒരു പോയിൻ്റാണിത്. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. എല്ലാവരെയും ഉൾക്കൊള്ളുക, ഇൻക്ലൂസീവായിട്ടുള്ള സമീപനം. അത് പറഞ്ഞതിന് ഞാൻ സർവ്വമത സത്യവാദിയാണ്. അതേ ഞാൻ മുജാഹിദാണ്, റിജിഡ് ചിന്തൻ്റെ ആളാണ്. അതേ ഞാൻ എന്താണ് പ്യൂരിറ്റൻ ഇസ്ലാമിൻ്റെ ആളാണ്. ഇതെല്ലാം കൂടി എന്താണ് ഏറ്റവും ചുരുങ്ങിയത് പറയുന്നതിനടുത്ത് ഇട്ടൊക്കെ വേണ്ടേ.